ഹായ് ഗൈസ്, സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മോർണിംഗ് ആണെന്ന്. ഇപ്പോൾ ഉള്ളത് ഗ്ലാസ്ഗോയിലാണ്. ഞങ്ങളിപ്പോൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ്ഗോ കത്തീഡ്രൽ ആൻഡ് നെക്രോപോളിസ് സെമിട്രി. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റി സെൻറ്ററിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലാസ്ഗോ കത്തീഡ്രലിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് കത്തീഡ്രൽ. എന്തോ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 1200കളിൽ പണി കഴിപ്പിച്ച ഈ ചർച്ചിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് ഗ്ലാസ് വർക്കുകൾക്കും ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾക്കും ഫേമസ് ആണ് ഈ ചർച്ച്. മിഡീവൽ പീരീഡിലുള്ള ഗ്ലാസ് വർക്കുകൾ, ഗ്ലാസ് വിൻഡോകൾ, പിന്നെ വിക്ടോറിയൻ ഗ്ലാസ് വർക്കുകൾ, ഇതൊക്കെയാണ് ഈ ചർച്ചിനെ മനോഹരമാക്കുന്നത്. 1560 നടന്ന പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനിൽ മിഡീവൽ ഗ്ലാസ് വർക്കുകളും ഗ്ലാസ് വിൻഡോകളും ഒക്കെ നശിച്ചു പോയി എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് അവർ അതൊക്കെ വിക്ടോറിയൻ ഗ്ലാസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ പണ്ട് കാലത്ത് വായിക്കാനൊന്നും അറിയാൻ മേലാതിരുന്ന സമയത്ത് അവർ ഓരോ ബൈബിൾ സ്ക്രിപ്ചേഴ്സ്, സ്റ്റോറീസ്, അങ്ങനെ ഓരോരോ സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജുകൾ, ഇതൊക്കെ അവർ ഈ ഗ്ലാസ് പെയിൻറ്റിങ് കൊണ്ട്, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഓരോ പെയിൻറ്റിങ്ങുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഓരോ പെയിൻറ്റിങ്ങുകളാണ്. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് വിക്ടോറിയൻ ഇൻസ്ട്രുമെൻറ്റ്സ്, വാളുകൾ, അങ്ങനെ മ്യൂസിയം പീസുകളൊക്കെ ഇതിൻ്റെ ബേസ്മെൻറ്റിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള നെക്രോപോളിസ് സെമെട്രിയാണ്. ഈ സെമെട്രിനെ പറ്റി പറയാനാണെങ്കിൽ 1830കളിൽ പള്ളിയോട് ചേർന്ന് തന്നെ പണി കഴിപ്പിച്ച സെമെട്രിയാണ്. ആ സമയത്ത് ഒരുപാട് നോട്ടീസബിൾ ആയിട്ടുള്ള സിറ്റിസൺസിൻ്റെ കല്ലറകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പള്ളിയോട് അടുത്ത് തന്നെ പണിതിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ മേളിൽ നടന്ന് കയറി ചെല്ലുമ്പോൾ നല്ലൊരു വിക്ടോറിയൻ ഗാർഡനും പിന്നെ പള്ളിയുടെ ഒരു വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. വിക്ടോറിയൻ മാതൃകയിൽ പണി കഴിപ്പിച്ച ഈ ഗാർഡൻ സെമെട്രി ആ സമയത്തൊരു ഡെഡ് ഗാർഡൻ ആയിരുന്നെങ്കിലും പിന്നീട് ഈ നോട്ടീസബിൾ ആയിട്ടുള്ള സിറ്റിസൺസിൻ്റെ ഫാമിലീസ്, അതുപോലെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഡൊണേറ്റ് ചെയ്ത് ഈ കല്ലറ ഇപ്പോഴും ഇങ്ങനെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കാറിൽ തന്നെയാണ് കറങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. സിറ്റി സെൻറ്ററിൽ നിന്ന് എഡിൻബറയിലേക്ക് പോയി. അപ്പോൾ എഡിൻബറയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.